സംസ്ഥാന ഗവൺമെന്റിന്റെ 4 മന്ത്രിമാർ, വയനാട് മന്ത്രിമാർ, വയനാട് എന്തായാലും പറഞ്ഞു ഉപസമിതി അവരുണ്ടായിരുന്നു. പക്ഷെ കാര്യങ്ങളെല്ലാം ചെയ്തത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിന് അധികം ചെലവ് വരുന്ന ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല. അവിടെ കേന്ദ്ര സർക്കാർ ദുരന്തമുണ്ടായ സമയത്ത് തന്നെ ധനസഹായം പ്രഖ്യാപിച്ചു. ആവശ്യത്തിനുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്തു. 24/7 അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമാണ് നടന്നത്. ഇനി പുനരധിവാസത്തിൻ്റെ കാര്യത്തിലും കൃത്യമായിട്ടുള്ള സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. സംസ്ഥാന ഗവൺമെൻറ്റിന് പുത്തുമലയിലും അതിനു മുമ്പ് നടന്ന ദുരന്ത പ്രദേശങ്ങളിലും എല്ലാം എത്ര ചെലവായി എന്നുള്ളതിൻ്റെ കണക്കുകൂടി നിങ്ങളൊന്ന് എടുക്കണം. അതുകൊണ്ട് ഇതൊക്കെ ഒരു വ്യാജമായിട്ടുള്ള പ്രചരണമാണ്. മോദി സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു. ഈ പ്രചാരണം UDF-ഉം LDF-ഉം നടത്തുന്നതാണ്. ദയവായി മാധ്യമങ്ങൾ ഇത്തരം കള്ളപ്രചാരണങ്ങൾക്ക് അരു നിൽക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. സർ, പാർലമെന്റിൽ അതിതീവ്ര ദുരന്തമായി കണക്കാക്കിയിട്ടുള്ള ഒരു ദുരന്തത്തിന് എന്തൊക്കെ ആവശ്യങ്ങളാണോ കേന്ദ്രം നിയമാനുസൃതമായിട്ട് ചെയ്യേണ്ടത് അത് മുഴുവൻ വയനാടിന് ലഭിക്കും. അത് ലഭിച്ചില്ലെങ്കിൽ ആദ്യം സമരത്തിന് ഇറങ്ങുന്ന ഒരാൾ നിങ്ങളോട് ഞാനായി.